ഫുഡെത്തി, പേടിച്ച് സീനായിപ്പോയി. ഹലോ ഗൈസ്, വെൽക്കം ടു വിച്ചുവേഴ്സ്. ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു വേറൊരു ഷൂട്ടുണ്ട്. ഈവനിങ് ഒന്ന് വൈപ്പിൻ വരെയും പോകണം. അവിടെയാണ് സേവ് ദി ഡേറ്റ് എന്താണ്ടാന്ന് തോന്നണം, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പൊന്നും അനന്തും അമ്പാടി ഉണ്ടെന്ന് തോന്നണം, അറിയാൻ വേള. എൻ്റെ കൈസറിനെ മര്യാദക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണത്. അല്ല, ഇതാണ് എൻ്റെ കൈസർ. കൈസറിനെ നമ്മൾ തൊടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. എടാ പറഞ്ഞ ഒരു ഹായ് കൊടുത്തേ. ഹായ് പറ, ഹായ് പറ കൈസ. ആ എന്താണ് കൈസർ ഷൈക്കാൻ്റെ തരും. ഷൈക്കാൻ്റെ തന്നെ, ഷൈക്കാൻ്റെ തന്നെ. മറ്റേ കൈ തന്നെ കണ്ട പറഞ്ഞാൽ കേൾക്കും. ഡൗൺ പറഞ്ഞാൽ ഡൗൺ ചെയ്യും, സിറ്റ് പറഞ്ഞാൽ സിറ്റ് ചെയ്യും അല്ലേ? ഞാൻ കേൾക്കില്ലേ? കൈസ് ഇവനെ ചെറുതിൽ തൊട്ടേ പഠിപ്പിച്ച് വെച്ചേക്കണാണ്. പിന്നെ തിന്നാൻ പറയണമെങ്കിൽ ഈറ്റ് പറഞ്ഞാൽ മാത്രം കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് അവന്. ഈവനിങ് ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ കമ്പിത്തിരി വാങ്ങാൻ പോവാനാണ്. കമ്പിത്തിരി എന്തിനാടാ? കമ്പിത്തിരി സേവ് ദി ഡേറ്റ് എടുക്കാൻ കമ്പിത്തിരി. കൈസ് എന്താണെന്നറിയില്ല, കണ്ടു നോക്കാം. ഇവരെന്തോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ കമ്പിത്തിരി കടയിലെത്തി. കമ്പിത്തിരി കടയിൽ നിന്ന് പടക്ക കടയിലെത്തി. 10 കമ്പിത്തിരി ഉണ്ടാവും. അത് 150 രൂപ, ഇപ്പം 300 രൂപ, 2 പേര് 300 രൂപ. ഞങ്ങൾ 250 രൂപക്ക് എൻ്റെ പകുതി നീട്ടമുള്ളൊരു സാധനം ഞങ്ങൾ വാങ്ങിച്ചു, കമ്പിത്തിരി. ഇത് നല്ല നീട്ടമുണ്ടല്ലോ. ഇത് പിടിച്ചാളാനെന്ത് നിൻ്റെ നീട്ടം എത്ര ഉണ്ടോ കണ്ട? ഒരാളുടെ പകുതി നീട്ടമുള്ള കമ്പിത്തിരി വാങ്ങിച്ചു. 250 രൂപ അല്ലടാ ഒരെണ്ണത്തിന്. ഞാൻ ആകെ 5 എണ്ണം ഉണ്ടാവുള്ളൂ അതിൻ്റെ അത് 250 രൂപ. പടക്കത്തിനൊക്കെ എന്താ വില അല്ലേ? വിഷു ആകുമ്പോഴത്തേക്ക് ഒടുക്കത്തെ വിലയായിരിക്കും തോന്നുന്നു. ഞങ്ങൾ അവിടെ എത്തട്ടെ, ടാറ്റ. വന്ന വഴിക്ക് പൊന്നിനെ വിളിക്കാൻ വേണ്ടി വന്നാൽ പൊന്നിവിടെ കസിൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നാളെ മറ്റന്നാളെന്തോ പെരതാമസം. അപ്പോൾ ഇവിടെ ഒരു പടം വരക്കാൻ പൊന്നിനെയാണ് കൊടുത്തേക്കുന്നത്. പൊന്നിൻ്റെ ഫ്രണ്ടിനെ ആരാണ്ടിനെയും വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതേ ഇരിക്കുന്നത് ഇവിടെ പൊന്നിന്ന് പണിയെടുക്കണം. ഇതാണ് ആ മരം ഫുള്ളാണ്. ഇത് കാണാൻ പറ്റണമെന്ന് തോന്നുന്നു ക്യാമറയിൽ. പെയിൻ്റ് അടിച്ച മാത്രമാണെന്നുള്ളത്. അന്നെന്തോ കരിവെപ്പാണ് പണിയെടുക്കാണ്ടിരിക്കണം. പിടിച്ചാടാ സൂപ്പർവൈസറാ. ഇവിടെയൊക്കെ ഫുള്ള് വാൾ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണുണ്ട് അവിടെ. ഇത് വളരെ നാളെ ഈ വീടിന്റെ കയറി താമസം സാധാരണ വിശ്വസിക്കാതെ പുറത്ത് ഗൈസ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞങ്ങൾ നേരെ ഇനി റൂമിലേക്ക് പോണ്. നേരെ ഒച്ച ഉണ്ടാക്കി യൂട്യൂബിൽ എത്തിക്കും. തുറക്കടാ പിന്നെ ഒന്ന് സീറ്റ് ഫ്രണ്ടിട്ടാക്കി. ഇതാണ് പടക്കം. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് കേൾക്കോട്ടെ. അതിനാകെ അവൻ്റെ കൈൻ്റെ അത്ര അങ്ങനെയാണ് റൂമെത്തട്ടെ. ഞങ്ങൾ റൂമിലെത്തി. ഷൂട്ടിന് പോകാൻ ഇനിയും ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാനും പൊന്നും കൂടി പഴംപൊരി കഴിക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ പഴംപൊരിയൊക്കെ തിന്നട്ടെ. ഞങ്ങൾ അപ്പോൾ ഷൂട്ടിന് ഇറങ്ങാണ്. അമ്പാടി വീട്ടിൽ പോണ് അല്ലടാ? അവൻ വീട്ടിൽ പോയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജോയിൻ്റ് ആവും. എടി ഇവൻ ഞങ്ങൾ പോട്ടെ, വൈപ്പിനെത്തിയിട്ട് കാണാം. ഞങ്ങൾ വൈപ്പിനിലെത്തി. അനന്ത് വീട്ടിൽ നിന്ന് വട കഴിക്കുന്നു. ഞാനും വട കഴിക്കാനാണ് ഗൈസ്. പെണ്ണും ചൊക്കാനൊന്നും വന്നിട്ടില്ല. അവർ വന്നിട്ട് വേണം ഷൂട്ട് തുടങ്ങാൻ. ഞങ്ങൾ ആ ടൈം വരെ വെറുതെ ഇരിക്കാൻ പോകുന്നു. ഇവിടെ മുട്ടൻ വെയിലാണ്. ഞങ്ങൾ ഈ കടക്കാത്ത കയറിയിരിക്കണം. ഇനി എവിടെയെങ്കിലും തണലൊക്കെ ചെന്നിരിക്കണം. പെണ്ണും ചെക്കനും എത്തി. ഞങ്ങൾ എല്ലാം കൂടി ബീച്ചിലേക്ക് നടക്കണം. ബീച്ചിൽ വന്നപ്പോൾ വെള്ള കുതിര. ഇവിടെ മറ്റേ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ വന്നവർക്ക് റെൻറ്റിന് കൊടുക്കാനാണെന്ന് തോന്നുന്നു. ഇരിക്കണു കുതിര കുട്ട. പിന്നെ ഏണിയാണോ എന്തോ ചവിട്ട് കിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾ ലൊക്കേഷനിട്ട് പോട്ടെ, നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഫോട്ടോ എടുക്കണം. അവരുടെ എല്ലാം കൂടി നടക്കണമെങ്കിൽ അനന്ത് എടാ അനന്ത് വാള് കളഞ്ഞല്ലേ നീ? പടക്കത്തിൻ്റെ ഒപ്പം ഒരു വാളും കൂടി കിട്ടിയായിരുന്നു. അവൻ അതും പിടിച്ച് മറ്റേ ഹീമാൻ കളിക്കണമായിരുന്നു. അനന്ത് മുന്നോട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഞാനപ്പോൾ ഇവിടെ കാഴ്ചകൾ കണ്ട് നടക്കണം.
ഇവിടെ കുറേ ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ ആയിട്ട് നിറച്ച ആൾക്കാരുണ്ട്. പിന്നെ എക്സ്പോ കാറിൽ നിന്ന് പേട്ട് എടുക്കാൻ പറഞ്ഞില്ല, അവൻ അതെടുക്കാൻ പോയേക്കണം. അതിനിടയ്ക്ക് ഒരു എന്താ ചാറ്റ് അത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ പയ്യെ ബീച്ചിൽ കൂടി നടക്കുക. നല്ല വെയിലുണ്ട്, പക്ഷേ വെയിലിന് ചൂടില്ല. ഞങ്ങൾ വന്ന ടൈമിൽ നല്ല ചൂടായിരുന്നു. ഇപ്പം ആ ചൂടൊക്കെ മാറി നോർമലൊരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ നല്ല വെട്ടമുണ്ട്. പൊന്നിവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഇവിടെ വന്നത്തേക്ക് ഒരു പട്ടം കിട്ടിയടാ. ഞങ്ങൾ അത് റൂമിൽ കൊണ്ടുപോയി. അല്ലേ വന്നു പട്ടം കിട്ടിയില്ല കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ. പട്ടവും കിട്ടി, ഫോട്ടോ കിട്ടിയില്ല. പക്ഷേ നല്ല മഴയായിരുന്നു, പക്ഷെ പട്ടം കിട്ടി. അത് റൂമിൽ കൊണ്ട് വെച്ചിട്ട് ഒടിഞ്ഞു പോയതെന്ന് പറഞ്ഞത്. പറത്താന്ന് പറഞ്ഞു കൊണ്ടുപോയത്. അതെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ. ഈ ക്യാമറ ചെറുതായതുകൊണ്ട് ഗോപ്രോനെക്കാട്ടും ചെറിയൊരു സാധനം. അതിപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചേക്കണ ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും എന്നെ നോക്കണം, ഇവൻ എന്ത് ഈ ഒറ്റയ്ക്ക് മിണ്ടിയും പറഞ്ഞ് നടക്കണേന്നൊക്കെ. എടാ ഇതിൻ്റെ മൈക്ക് ശരിയല്ലടാ. ഇതിൻ്റെ മൈക്ക് പല ടൈമിൽ പല രീതിയിലാണ്. പിന്നെ എൻഹാൻസ് ആ ഒരാളുണ്ട് നോക്കാൻ കൊടുത്തുണ്ട്. എന്താണ് മറ്റേ എൻഹാൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫേസ് ചെയ്തിട്ട് കാണിച്ച് മര്യാദക്ക് മിണ്ടണമെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കും സൗണ്ട്. അതുകൊണ്ടാണ് കൈസ് ഒച്ചപ്പാടുണ്ടാക്കി മിണ്ടിക്കൊണ്ട് നടക്കുന്നത്. വേറൊന്നുമല്ല, അതിൻ്റെ കഷ്ടപ്പാട് നമ്മൾ അറിയണം. നീ അറിയണം, ഞാനല്ല. ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മൈക്ക് കൂടി ഉണ്ടെങ്കിൽ നൈസായിരുന്നു. ഇതിന് മൈക്ക് കുത്താൻ പറ്റില്ലെന്ന് അറിയില്ല, അതൊന്ന് ചെക്ക് ചെയ്യണം. ഗോപ്രോ ആയിരുന്നെങ്കിൽ സെറ്റായിരുന്നു, മൈക്കൊക്കെ വെക്കാം. കൈസ് ഒരു ഏണിക്കൂട്ടം പറഞ്ഞിട്ടുണ്ട്. എന്താണ്ടത് ഒറ്റേനായിട്ട് ഏണി പിടിച്ചാണെന്ന്. മച്ചു പണിയാളെന്നെ വേഗം വിട്ടോ. കൂടെ എന്താ വരി വരി നടക്കണതല്ല. എല്ലാത്തിനും നല്ല സൈസ് ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ കാണുന്ന പട്ടീനെ പോലെ അല്ല, നല്ല സൈസ് എല്ലാത്തിനും. ഒരുത്തം വലയെ കുടുങ്ങിയവനാന്ന് തോന്നുന്നത്. അങ്ങനെ കഴുത്തേലൊക്കെ നോക്കി ഇതേടെ എന്താ ഒരുത്തം. അത് ഞങ്ങൾ ബീച്ചിൻ്റെ അകത്തേക്ക് കയറി. വെട്ടം കുറഞ്ഞപ്പോഴത്തേക്കും എടുക്കാൻ വേണ്ടിയാണ്. നേരത്തെ ഭയങ്കര വെട്ടമായിരുന്നു, അപ്പോൾ എടുത്ത രസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പൊന്നോട് ഇന്ന് അവരുടെയൊക്കെ ഷൂട്ട് ചെയ്യാണ്. ഇത് അനന്തകുമാരൊക്കെ ഇവിടെ കളിച്ച് തിരിച്ചൊക്കെ കിടക്കുന്നുണ്ട്. അയ്യോ, ഞങ്ങൾ ഷൂട്ടൊക്കെ ഒന്ന് തീർക്കുമ്പോൾ കാണാം ഗൈസ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നല്ല സാധനം തന്നെയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. എന്ത് നല്ല വ്യൂ ഗൈസ്. ഞാൻ കുറച്ച് നേരം എൻജോയ് ചെയ്യട്ടെ ഇത് കണ്ട്. Hola guys, I'm Espo. I'm from Madrid, Vaitila. This is Vishnu from Valencia, Erur. Hola, we are at the wonderful beach, enjoying the sunset. All good, India, very beautiful place. Good facility, good people, good. കുറച്ച് നേരം അവിടെ മേളിലിരുന്ന് ബീച്ച് കണ്ടിരുന്നു. ഞാനിപ്പോൾ വെള്ളത്തിയിട്ട് ഇറങ്ങി കുറച്ച് നേരം നനയാന്ന് വിചാരിച്ചു ഗൈസ്. ഒന്ന് ഹായ്. അയ്യോ, എൻ്റെ പാൻറ്റൊക്കെ നനഞ്ഞ്. അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ വെട്ടും മിക്കാറ്. പൊന്നൊക്കെ അവിടെ ഷൂട്ട് ചെയ്യണ്. അവിടെ എക്സ്പോ ഞാനൊന്നും കൂടി എന്തോ കാണിക്കണുണ്ട്. അപ്പം നൈസായിട്ട് വെള്ളത്തിയിട്ട് ഇറങ്ങിയ. വൈകുന്നേരമൊക്കെ ടൈമിൽ വന്നിരിക്കണം. എന്ത് രസമെന്നറിയോ. നല്ല ചെറിയൊരു തണുത്ത കാറ്റുണ്ട്. പിന്നെന്താ ഇതേ ഗൈസ്, ഇതേ വൈബ് തന്നെ. നിങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ വന്ന് ഈവനിങ് ബീച്ചിലൊക്കെ ഒന്ന് ഇരിക്കും, സൺസെറ്റൊക്കെ കാണും. ചന്ദ്രനും വന്ന് ഫുള്ള് കാക്കി പരിന്ത. ഗൈസ് എന്താ വ്യൂ. നല്ല ഓറഞ്ച് ഷെയ്ഡൊക്കെ വന്നിരിക്കുന്നു. അത് ഒരു ഷൂട്ട് ചെയ്യാണ്ടിരിക്കണേ. ഇരുട്ടായി തുടങ്ങി. എങ്ങനെയാണ് ഷൂട്ട് തീർക്കട്ടെ. കമ്പിത്തിരി കത്തിക്കുന്ന ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നു.
കുറച്ച് പൊക്കിപ്പിടി. അമ്മേ എവിടെ പോയിക്കാൻ? എടാ അങ്ങാട് തിരിഞ്ഞിക്ക. എടാ എടാ കാറ്റിങ്ങാടാ പേടിക്കണ്ടാ. അത് ശിവമാരിവിടെ കമ്പിത്തിരി കത്തിച്ച് കളിക്കണേ. എടാ പോടാനെന്ത് തന്നെ കിടത്തല്ലേ കത്തിച്ച് കളിക്കാം. ഇവിടെ ഞങ്ങൾ കമ്പിത്തിരി കത്തിച്ച് കളിക്കണം. ഫോട്ടോ എടുക്കണം. ഇത് തെറിച്ച് മുഖത്ത് വീണോളെ. കാറ്റുള്ളതുകൊണ്ട് ഭയങ്കര വേഗത്തിലാണ് കത്തണ. തീർന്ന് അയ്യോ കണ്ണൊന്നും കാണാനില്ലല്ലേ. എങ്ങാനും കത്തോ ഷൂട്ട് തുടങ്ങി. കമ്മിറ്റി അത് അത്ര വൈഡാക്കല്ലേ കമ്പിത്തിരി. എന്താ നടക്കുന്നത്? ഒരു കമ്പിത്തിരി എത്തിക്കാൻ 1 മണിക്കൂർ. അടുത്ത കമ്പിത്തിരി എടുത്തടാ വേഗം. അവിടെ നിന്ന് വേറെ കമ്പിത്തിരി. അനന്തോ നിന്റെ എടുക്കട്ടാ. ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി എന്താ പരിപാടി? അത് ഞങ്ങൾ അടുത്ത പരിപാടി എന്താന്ന് നോക്കട്ടെ. ചിലപ്പോൾ എനിക്ക് വേറൊരു സ്ഥലം വരെ പോകേണ്ടി വരും. എടാ നീ വേണി ഇവനെ പറഞ്ഞു വിട്ടാലടാ നമുക്ക്. ഷെസ്പോനെ ഞങ്ങൾക്കൊന്ന് റൂമിൽ കൊണ്ടാക്കണം. അവൻ്റെ ആ ശല്യം ഒന്ന് ഒഴിവാക്കട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഹായ് ഗൈസ്, നിങ്ങൾ രാവിലെ വരക്കാൻ വേണ്ടിയില്ല. അതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ ഫ്രെയിം വരും. അവിടെ ഉണ്ടായ ഞാൻ ഷിബൂസ് പുട്ടാടയിലെത്തി. ഞാൻ ദൈവം വിളിച്ചപ്പോഴത്തേക്കും കൂടെ വന്നാണ് കൈ. ഞങ്ങൾ പുസ്തം ബീഫും കഴിക്കണ്ടായി. ഇവിടെ നിറച്ചും തിരക്കാണ്. ഇത് ഞങ്ങൾ മാറാൻ വേണ്ടി ഒരു നോക്കിക്കണേന്ന് തോന്നുന്നുണ്ട് കയറി ഇരിക്കാൻ വേണ്ടി. ഇതേണ്ട അങ്ങനെ ഒരു പടം ബുക്ക് ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ പേരെന്താ? പണത്തിൻ്റെ പേരെന്താ ഡൈസറി ഗൈസ്. ഞങ്ങൾ അത് കണ്ടു കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഇവിടെ നിന്ന് ആദ്യം തിന്നിറങ്ങട്ടെ. ഫുഡ് എത്തി. കഴിക്കണം ഗൈസ്. ഞങ്ങൾ കഴിക്കണ്ടേ? ചൂടാണ് ഗൈസ്. അത് ഇവൻ എൻ്റെ അമ്മ കൂടി ഇവിടെ ಹೋಗಿ മൈറ്റ് വന്ന് ഞങ്ങൾ കഴിച്ചിട്ട് കാണാൻ കഴിയും. അതായിരിക്കും നല്ലത്. അടുത്ത പൊട്ട് എത്തി. ആദ്യത്തെ പൊട്ട് തിന്ന് നിർത്ത്. അതായത് അടുത്ത പൊട്ടും ഒരു ബീഫ് ഫ്രൈയും കൂടി വാങ്ങിച്ചു. നല്ല ചൂടാ. നിനക്ക് വാതർന്നതാ. കഴിച്ച് ഇതും കൂടി തിന്ന് തീർക്കട്ടെ. നമ്മിപ്പോൾ കവിതയിലെത്തിയിട്ടുണ്ട്. 11:58 12 മണിക്കാണ് ഷോ ഗൈസ്. ഇപ്പോൾ വെയിറ്റ് ചെയ്യാം. പടം തുടങ്ങട്ടെ. ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴത്തേക്കും വരാം ഗൈസ്. ടാറ്റ. പടം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞുള്ളു. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഗൈസ് പേടിച്ച് സീനായിട്ടിരിക്കണേ. വാ ബ്രേക്ക് പുറത്തോട്ട്. ഗൈസ് പേടിച്ച് എൻ്റെ പൊന്നോ അതിട്ട് നോക്കിയിട്ട് പോലല്ലേ ഞാൻ തല അഴുത്തിക്കണരുത് പേടിച്ചിട്ട്. ഒന്നും പറയാനില്ല. ട്വിസ്റ്റാണ് മൊത്തത്തിൽ. അടുത്ത ഇതാവട്ടെ എന്നിട്ട് കാണാം. പടം വെറുതെ സീൻ പടം. ഫസ്റ്റ് ഹാഫ് വെറുതെ പൊളിച്ച്. ഫസ്റ്റ് ഹാഫ് പേടിച്ച് സീനായി പോയി. അങ്ങനെ 2 പേടിച്ച്. നല്ല പേടിന്ന് പറഞ്ഞാൽ നല്ല പേടി, ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ അത്ര പോരാ. ഫസ്റ്റ് ഹാഫ് പേടിക്കാൻ നല്ല രീതിയിലുണ്ടായി. സെക്കൻഡ് ഹാഫ് പേടിക്കാണ്ടായില്ല. സെക്കൻഡ് ഹാഫ് അതിനെ എന്താ പറയാ, നിങ്ങൾ കണ്ടു നോക്കി. ഞാൻ പറഞ്ഞ് ഇതാക്കണില്ല, നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ഫസ്റ്റ് ഹാഫ് ഒരു സീനാണ് ഗൈസ്. ഫസ്റ്റ് ഹാഫ് പേടിച്ച് സീനായിപ്പോയി. എന്തായാലും കാണേണ്ടത്. അതെ ഗൈസ്, എല്ലാവരും ഞാൻ തിയേറ്ററിൽ ചെന്ന് തന്നെ കാണണം കേട്ടോ. അതായത് സൗണ്ടാണ് മെയിനായിട്ട് സെറ്റ് ചെയ്തേക്കണേ. സൗണ്ടാണ് വിഷയം. സൗണ്ട് കേട്ടാണ് ഞങ്ങൾ പേടിച്ചത് മൊത്തം. പിന്നെ ഇതിൻ്റെ അകത്തൊരു സീൻ വന്നിട്ടുണ്ട്. ആ സീന് നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ കുറച്ച് പണിയാണ്. ഉറക്കത്തിലൊക്കെ ഒരാട്ടി മതിയായിരുന്നു. എനിക്കാണെങ്കിൽ പ്രേതത്തിന് കൊടുക്കുന്ന പേടിയാണ്. അതിൻ്റെ ഒരു ചട്ടിയും കൂടെ ഉണ്ട്.
ചിലപ്പോൾ അതുകൊണ്ടാവാം ഞങ്ങൾക്ക് കൂടുതൽ പേടിയായത്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങൾ എന്തായാലും പേടിച്ചു. അല്ല എങ്ങനെയാലും വീടത്തിട്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഗുഡ് നൈറ്റ് ഗൈസ്. ടാറ്റാ.